സ്മൈൽ കറക്ഷൻ ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് ക്ലിയർ അലൈനർ അല്ലെങ്കിൽ ഇൻവിസിബിൾ ബ്രേസസ് എന്ന് പറയും. ഈ കൺവെൻഷണൽ ആയിട്ടുള്ള മെറ്റൽ ബ്രേസസ് ട്രീറ്റ്മെൻറ്റിനേക്കാളൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഈ അലൈനർ ട്രീറ്റ്മെൻറ്റിനുണ്ട്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, അതുപോലെ തന്നെ എത്ര കോസ്റ്റ് വരും, അതുപോലെ ഏതൊക്കെ പ്രായത്തിലുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അലൈനർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണും. ഇതാണ് ക്ലിയർ അലൈനർ. പ്ലാസ്റ്റിക് പോലത്തെ ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി അലൈനർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്താണ് ആദ്യം ചെയ്യുന്നത്? ആദ്യം ഒരു 3D സ്കാനിങ് എടുക്കും. അതിനുശേഷം ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി ട്രീറ്റ്മെൻറ്റ് പ്ലാന് ഡിസൈഡ് ചെയ്യും. ഇതുപോലെ ഒരുപാട് അലൈനർ ട്രേസ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ആവശ്യമായിട്ട്. എങ്ങനെയാണ് അലൈനർ പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ഈ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്? ഉദാഹരണത്തിന് നിങ്ങളുടെ പല്ലിൻ്റെ അവസ്ഥ ഇതുപോലെയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഇതിൽ കുറച്ച് സ്പേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഒരു 0.25 mm സ്പേസ് ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു ട്രേ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഫസ്റ്റ് ട്രേ ആയിട്ട് തരും. ഈ ട്രേ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ട്രേ എന്ന് പറയുന്നത് ഒരു 0.25 mm കൂടെ സ്പേസ് ക്ലോസ് ചെയ്തിട്ടുള്ള ട്രേ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഈ ചെറിയ സ്പേസ് ക്ലോസ് ചെയ്ത് ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴേക്കും, ലാസ്റ്റ് ട്രേ ആകുമ്പോഴേക്കും പല്ലിനുള്ള സ്പേസ് എല്ലാം അടഞ്ഞു. ഏതൊക്കെ ആളുകൾക്കാണ് ഈ അലൈനർ ട്രീറ്റ്മെൻറ്റ് പ്രയോജനപ്പെടുത്താൻ പറ്റുക? ക്രൗഡിങ് ഉള്ള കേസുകളിൽ, അതായത് പല്ല് ഇങ്ങനെ തിങ്ങി ഞെരങ്ങിയൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ സ്പേസിംഗ് ഉള്ള കേസുകളിൽ, പല്ലിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഉള്ള ആളുകൾക്ക്, അതുപോലെ പല്ല് പൊങ്ങിയിരിക്കുന്ന ആളുകൾക്കൊക്കെ ഈ അലൈനർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ചിലരുടെയൊക്കെ മനസ്സിൽ തോന്നുന്നൊരു സംശയമാണ്, അലൈനർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല്ല് പറിക്കേണ്ടി വരുമോ? എല്ലാ കേസിലും പല്ലെടുക്കേണ്ടി വരില്ല. ഇനി ചില കേസിലൊക്കെ IPR എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്. അതായത് പല്ലിൻ്റെ സൈഡിൽ ഗ്രൈൻഡ് ചെയ്ത് സ്പേസ് ഉണ്ടാക്കിയിട്ട് അലൈനർ ട്രീറ്റ്മെൻറ്റ് ചെയ്യും, പല്ല് താഴാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഉണ്ടാക്കി. ഇനി എത്രയാണ് അലൈനർ ട്രീറ്റ്മെൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡ്യൂറേഷൻ? സാധാരണയായി ഒരു 4 മുതൽ 5 മാസം വരെയുള്ള കാലയളവിൽ ട്രീറ്റ്മെൻറ്റ് തീരും. ചില കേസിൽ 6 മുതൽ 8 മാസം വരെയൊക്കെ സമയമെടുക്കാറുണ്ട്. എന്തൊക്കെയാണ് അലൈനർ ട്രീറ്റ്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജസ്? ഇത് ഇൻവിസിബിൾ ആയതുകൊണ്ട് തന്നെ ധരിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഇത് റിമൂവബിൾ ആണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഊരി വെക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഫുഡ് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇതിനകത്തില്ല. എല്ലാ മാസവും നമ്മൾ മെറ്റൽ ബ്രേസസ് ഇട്ട് കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റിന് എല്ലാ മാസവും ക്ലിനിക്കിലേക്ക് പോകുന്ന പോലെ ഇതിന് എല്ലാ മാസവും പോയി ടൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ വിദേശത്തേക്കൊക്കെ പോകുന്നവർക്ക് ഏറ്റവും യോജിച്ചൊരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്. മാസങ്ങൾ കൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആവും. അതുപോലെ മുത്തുകമ്പി ഒട്ടിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് ഉണ്ടാവുന്ന നമ്മളെ ഡിസ്കംഫേർട്ട് പോലെ ഒന്നും ഇതിന് ഉണ്ടാവില്ല. അലൈനർ ട്രീറ്റ്മെൻറ്റ് ഏത് പ്രായത്തിലുള്ളവർക്ക് ചെയ്യാൻ പറ്റും. മോണയും പല്ലും ഹെൽത്തി ആയിട്ടിരിക്കുന്ന കാലത്തോളം ഏത് പ്രായം വരെയും അലൈനർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. പൊതുവെ ആളുകൾ ചോദിക്കുന്നൊരു സംശയമാണ്, അലൈനർ ട്രീറ്റ്മെൻറ്റിന് എത്ര കോസ്റ്റ് വരും? ശരിക്കും പറഞ്ഞാൽ അലൈനർ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് ഡിസൈഡ് ചെയ്യുന്നത് എത്ര നമ്പർ ഓഫ് ട്രേസ് ട്രീറ്റ്മെൻറ്റിന് ആവശ്യമാണ്, അതുപോലെ തന്നെ മുകളിലത്തെ പല്ലും താഴത്തെ പല്ലും ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടോ, അതുപോലെ ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് ഡിസൈഡ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഒരു 30,000 രൂപ മുതൽ 2.5 ലക്ഷം രൂപ വരെയൊക്കെ ഒരു അലൈനർ ട്രീറ്റ്മെൻറ്റിൻ്റെ കോസ്റ്റ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.